വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ഇടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. 6 സോണുകളായി തെരഞ്ഞാണ് തെരച്ചിൽ. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്നത് ബെയിലി പാലം വഴിയാണ്. അവിടെ ഇപ്പോൾ അർജുൻ കല്യാട് നിൽക്കുന്നു. അർജുൻ, ഇപ്പോൾ എത്ര പേരാണ് വിവിധ ഇടങ്ങളിലേക്ക് പോയത്? ആകെ കണക്ക് ഇപ്പോൾ ലഭ്യമായി കാണുമല്ലോ. അതോ ഇനിയും രജിസ്ട്രേഷൻ അനുവദിക്കുന്നുണ്ടോ? അർജുൻ നിൽക്കുന്ന ഇടങ്ങളിൽ തെരച്ചിലുണ്ടോ? സുജിയ, സമയം 10:24 2300ഓളം പേർ ഈ ബെയിലി പാലത്തിലൂടെ മറുകരയിലേക്ക് പോയിട്ടുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരും NDRFും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള കണക്കാണിത്. അതിൽ 2300-ൽ 210ഓളം പേർ പോലീസും അതുപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരും ഈ ഹിറ്റാച്ചിയുടെ ഡ്രൈവർമാർ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ എണ്ണമാണ്. എന്തായാലും 2300 പേരാണ് ഇപ്പോൾ ഈ ബെയിലി പാലം വഴി മറുകരയിലെത്തിയത്. 11 മണിവരെ എത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കെടുപ്പിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ മന്ത്രിസഭ ഉപസമിതിയുടെ ഭാഗമായി നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ബെയിലി പാലത്തിനടിയിൽ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ പാലത്തിൻ്റെ ഈ ഭാഗം, അതായത് തൂണ് നൽകിയിട്ടുള്ള ഒരു ഭാഗം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ, അതായത് ഈ ബെയിലി പാലത്തോട് ചേർന്നിട്ടുള്ള ചൂരൽമല ടൗണും പരിസരവും എല്ലാം തന്നെ ആദ്യ ദിവസങ്ങളിൽ കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിലുകൾ നടന്ന പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞുപോയ മേഖലകൾ ഉണ്ടെങ്കിൽ ആ മേഖലയിൽ കൂടി പരിശോധന നടത്തുന്നുണ്ട്. അതിന് പുറമെ പ്രധാനമായും ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിലിനേക്കാൾ ഉപരിയായി ഈ മേഖലയിൽ ഈ പുഴ, പുന്നപ്പുഴയ്ക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്ക് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മഴയൊക്കെ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയിപ്പായി തന്നെ, അലേർട്ടായി തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മഞ്ഞ അലേർട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ വെള്ളം കുറച്ചുകൂടി അധികമായി ഈ പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ സ്വാഭാവികമായ രീതിയിലേക്ക് ആ ഒഴുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രദേശവാസികളായിട്ടുള്ളവരെത്തി ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം അർജുൻ കല്യാട്, ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അർജുൻ, അവിടങ്ങളിലും ആളുകളെ കാണാതായതിനെ കുറിച്ച് അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് 7-8 ദിവസങ്ങളാകുമ്പോഴും അവിടെയുള്ള പ്രദേശവാസികളൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ ഈ ജനകീയ തെരച്ചിലിനൊപ്പം കൂടുന്നുണ്ടോ? ക്യാമ്പുകളിൽ നിന്ന് അവരിപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ പാലം കടന്ന് അങ്ങനെ ക്യാമ്പുകളിൽ നിന്ന് വന്ന് എത്ര പേർ പോയിട്ടുണ്ടാകും അർജുൻ? നിലവിൽ നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരമാണെങ്കിൽ മുണ്ടക്കയിലും അതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടത്തേക്കുമായി 30-ലധികം ആൾക്കാർ ഇത്തരത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നത്. പക്ഷേ അത് കൃത്യമായ, ഒരുപക്ഷെ അതിലും അധികം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ തോതിലുള്ളൊരു കണക്കല്ല. ക്യാമ്പിലെത്തുന്നവരെ ഇവിടെ കണക്കുകളിൽ കൂട്ടുന്നില്ല. പക്ഷേ അവർ കണ്ടിട്ടുള്ള എണ്ണം വെച്ച് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് 30-ലധികം പേർ പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മേഖലയിലും നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ, ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഈ ചൂരൽമല ബെയിലി പാലം നിർമ്മിച്ചതിൻ്റെ ഈ ഭാഗമൊക്കെ എന്ന് പറയുന്നത്. ഈ ടൗണിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഇതിൻ്റെ മേഖലകളാണ്. മൃതദേഹങ്ങൾ ഒരുപാട് കണ്ടെടുത്തിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെയും സാധ്യമാവുന്ന രീതിയിലുള്ള തിരച്ചിലുകൾ പരമാവധി നടത്തുന്നുണ്ട്. പക്ഷേ അതിലുപരി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായിട്ടുള്ളൊരു പരിശോധന ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടങ്ങളിൽ ബന്ധുക്കൾ ആരും തന്നെ എത്തി ഇന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കണമെന്നുള്ളൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംശയമോ ആരും തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ മേഖലയിൽ സാധ്യമാവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഒരു ഹിറ്റാച്ചിയോ അല്ലെങ്കിൽ ഒരു മണ്ണുമാന്തി യന്ത്രമോ മാത്രമല്ല.